ദിവസമായിരുന്നു നടി ശ്രീവിദ്യ ഒരു പോസ്റ്റ് പങ്കുവച്ച് എത്തിയത്. ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് എന്നും തന്നോടൊപ്പം ഇപ്പോൾ രാഹുൽ മാത്രമാണ് ഉള്ളതും എന്നുമാണ് ആ പോസ്റ്റിലൂടെ ശ്രീവിദ്യ പറഞ്ഞത്. തൊട്ടു പിന്നാലെ രാഹുലിൻ്റെ അമ്മ, പപ്പാമ്മ എന്നിവർ സ്നേഹത്തോടെ വിളിക്കുന്നമ്മ തിരുവനന്തപുരത്ത് നിന്ന് മരുമകളുടെ ക്ഷേമം അന്വേഷിക്കാനായി ഓടിയെത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് എല്ലാവരും കാണുന്നത് ശ്രീവിദ്യ വീട്ടിൽ പപ്പാമ്മയോടൊപ്പം സമയം ചിലവഴിക്കുന്ന രാഹുലിൻ്റെ സ്റ്റോറി തന്നെയായിരുന്നു. പപ്പാമ്മയെ കണ്ടതും ചിന്നുവിൻ്റെ അസുഖമെല്ലാം മാറി എന്നാണ് ആരാധകരെല്ലാവരും അന്നു മുതൽ കമൻ്റായി രേഖപ്പെടുത്തിയത്. ഇപ്പോഴിതാ ഒരു വീഡിയോയുമായി ചിന്നു എത്തുകയായിരുന്നു. സൈനസൈറ്റിസ് ഇൻഫെക്ഷനായി എന്നതാണ് ചിന്നുവിന് പറ്റിയ പ്രശ്നം എന്നാണ് ആരാധകരോട് ഇപ്പോൾ ശ്രീവിദ്യ പറയുന്നത്. അത് കാരണമാണ് താൻ ക്ഷീണിച്ചു പോയതെന്നും അങ്ങനെ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആശുപത്രിയിൽ പോയി ഡ്രിപ്പ് ഇടേണ്ടതായി വന്നു എന്നുമാണ് ശ്രീവിദ്യ എല്ലാവരോടും പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമെന്നും ഇൻഫെക്ഷൻ ആകുമെന്നും സൈനസൈറ്റിസ് ഉള്ളതുമല്ല. കഫവും അങ്ങനെ എല്ലാമായി മാറി സൈനസൈറ്റിസ് ആകെ വഷളായി. അങ്ങനെ താൻ ക്ഷീണിതയായി കാണപ്പെട്ടു എന്നും ഷൂട്ടിങ്ങിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്കാണ് പോകേണ്ടി വന്നതെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഭേദമായി വരുന്നുവെന്നും തന്നോടൊപ്പം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യം ഭേദമായോ എന്നതാണ് എന്നും ഭേദമായി തന്നെ വരുന്നുണ്ട് എന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് എന്നും ഒരുപാട് പേർ എനിക്കും രാഹുലേട്ടനും മെസ്സേജ് അയച്ചിരുന്നു, അവർക്കെല്ലാവർക്കും നന്ദി എന്നും ഞങ്ങളുടെ അന്വേഷിച്ചവരൊക്കെ തന്നെയും ഞങ്ങളടുത്ത് കാര്യങ്ങൾ ചോദിച്ചിരുന്നുവെന്നുമാണ് പറയുന്നത്. ഒരുപാട് പേർ മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവർക്കും മെസ്സേജ് അയക്കാനായി പറ്റിയിരുന്നില്ല. ക്ഷീണിതയായതുകൊണ്ട് തന്നെ പലപ്പോഴായി ഫോൺ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. സൈനസൈറ്റിസ് ഉള്ളതുകൊണ്ടും തലവേദന ഉള്ളതുകൊണ്ടും തന്നെ തനിക്കും അത് വളരെയധികം പ്രശ്നമായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടുമുള്ളൊരു മറുപടിയായി ഇത് കാണണമെന്ന് പറയുന്നു. എന്നാൽ അതോടൊപ്പം ഒരു രസകരമായ വീഡിയോ ഇതിനെ മാറ്റുന്നുണ്ട്. എനിക്ക് ആശുപത്രിയിൽ പോയി 20,000 രൂപയോളം ചിലവായതുകൊണ്ട് ഞാൻ എന്നെ സന്തോഷിപ്പിക്കാനായി കുറച്ച് സാധനങ്ങൾ വാങ്ങിയെന്നും ആ സാധനങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നതെന്നുമാണ് രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് ശ്രീവിദ്യ പറയുന്നത്. അതേസമയം രാഹുൽ തനിക്ക് EMI അടയ്ക്കാനുള്ള ഒരു ഫോൺ വരുന്നത് പോലെ അഭിനയിക്കുകയും EMI അടയ്ക്കാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ രസകരമായൊരു വീഡിയോ ആക്കി ഇതിനെ മാറ്റുന്നുണ്ട്. വിഷമം കേൾക്കാൻ എല്ലാവരും വന്ന സ്ഥിതിക്ക് എല്ലാവരും കേട്ടിട്ട് പോകണമെന്നാണ് ഇപ്പോൾ രാഹുലും പറയുന്നത്. രസകരമായ വീഡിയോ അവസാനിപ്പിച്ചത് പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തു തന്നെ ആയാലും ഇൻഫെക്ഷൻ മാറിയല്ലോ എന്നാണ് പ്രേക്ഷകരും ചോദിക്കുന്നത്. എല്ലാവർക്കും ശ്രീവിദ്യ അതിൽ കളിച്ചിരി പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ആരോഗ്യം ശ്രദ്ധിക്കണേ ശ്രീവിദ്യ എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ആരോഗ്യം ശ്രദ്ധിക്കാതെയുള്ള ഷൂട്ടിംഗ് ഒന്നും വേണ്ട. തലവേദനയാണെങ്കിൽ റെസ്റ്റ് എടുക്കൂ. പറഞ്ഞാൽ മനസ്സിലാകാത്തവരല്ലല്ലോ നമുക്ക് ചുറ്റുമുള്ളവർ. അങ്ങനെയല്ലേ സഹപ്രവർത്തകരെ സഹായിക്കുക. ഇങ്ങനെ പലരും കമൻറ്റുമായി എത്തുകയും ശ്രീവിദ്യയ്ക്ക് വളരെ നന്നായിരിക്കാനുള്ള ഒരു ആഗ്രഹം അവരറിയിക്കുകയും എത്രയും വേഗം ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്.